പത്തനംതിട്ട വള്ളിക്കോട് പതിറ്റാണ്ടുകൾ പ്രായമുള്ള കൂവള മരത്തിന് വൃക്ഷ ചികിത്സ നടത്തി. തൃപ്പാറ മഹാദേവൻ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന കൂവളത്തിനാണ് ചികിത്സ നടത്തിയത്. മരം മുഴുവൻ വൃത്തിയായി കഴുകിയ ശേഷമാണ് വൃക്ഷ ചികിത്സ ആരംഭിക്കുക. അപൂർവമായി മാത്രമാണ് വൃക്ഷ ചികിത്സ നടത്തുന്നത്. മണ്ണ്, ഉണക്കലരി, ചിതൽപുറ്റ്, ചാണകം, പാല്, നെയ്യ്, കദളിപ്പഴം, തേൻ എന്നിവയ്ക്ക് പുറമെ രാമച്ചവും എള്ളും മറ്റ് ഔഷധ കൂട്ടുകളുമാണ് വൃക്ഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. കൂവളത്തിന്റെ പ്രായം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വലിയ പൊത്ത്, ഏകദേശം ഒരാൾ ആഴത്തിലുള്ള ഒരു വലിയ പൊത്താണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ പൊത്ത് നമ്മൾ അടച്ചതിന് ശേഷമാണ് 21 മരുന്നുകൾ ചേർത്തിട്ടുള്ള കൂട്ട് തേച്ച് പിടിപ്പിച്ച് കോട്ടൺ തുണി കൊണ്ട് ചുറ്റിക്കെട്ടി വരുന്ന 6 ദിവസക്കാലം 5 ലിറ്റർ പാല് സ്പ്രേ ചെയ്ത് അതിനുശേഷം ഇടയ്ക്ക് നനച്ചു കൊടുത്ത് അങ്ങനെ 6 മാസം കാത്തുരക്ഷിക്കുന്നതോടുകൂടി ഈ കൂവളം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മനുഷ്യനും മൃഗങ്ങൾക്കും അസുഖം വന്നാൽ ചികിത്സിക്കും. അതുപോലെ മരങ്ങൾക്കും ചികിത്സ നൽകാമെന്നും മരങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വരികയാണെന്നും വൈദ്യൻ പറഞ്ഞു. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഏകദേശം 3 വർഷത്തോളം ആയി വരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വെളുപ്പിനെ ഒരു 3 മണിക്ക് ഇവിടെ വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാനാവില്ല. ഈ കൂവളത്തിൻ്റെ തറയിൽ വലിയൊരു പ്രകാശം, അതിപ്രകാശം എന്ന് പറഞ്ഞാൽ ഒറ്റ വട്ടേ നോക്കിയുള്ളൂ, പിന്നെ നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി എന്നും കാണുന്നു. പ്രായം ചെന്ന പഴകിയ മരങ്ങൾ ഉൾപ്പെടെ അതിന്റെ യൗവനത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഈ മേഖലയിൽ പരിചയമുള്ളവർ പറയുന്നത്. തൃപ്പാറ മഹാദേവൻ ക്ഷേത്രത്തിലെ കൂവള മരത്തിന് വലിയ പൊത്തും കാലപ്പഴക്കവുമായിരുന്നു പ്രശ്നം. പ്രദേശത്ത് ആദ്യമായി നടക്കുന്ന വൃക്ഷ ചികിത്സ നേരിട്ട് കാണാൻ നിരവധി ആളുകളും എത്തി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.